നമസ്കാരം. ഡിസൈനേഴ്സ് ഹോമിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ മലപ്പുറം ജില്ലയിൽ വള്ളിക്കുന്നിലുള്ള ഡോക്ടർ നന്ദകുമാറിൻ്റെ വീട്ടിലാണ് ഉള്ളത്. നമുക്ക് വീടിൻ്റെ പല കാഴ്ചകളിലേക്ക് പോകാം. മൂന്ന് ആർക്കിടെക്റ്റുകൾ ഒന്നിച്ചു ചേർന്നാണ് ഈ വീട് ഒരുക്കിയിരിക്കുന്നത്. ഇതിൻ്റെ സ്ട്രക്ചർ ചെയ്ത ആർക്കിടെക്ട് ശൈലേഷ് ഭാസ്കറാണ്. അദ്ദേഹം ബാംഗ്ലൂർ ബേസ്ഡ് ആണ്. ഒരു ട്രഡീഷണൽ സ്റ്റൈലിലാണ് ഈ വീട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്ട് ശ്രീജിത്താണ്. അദ്ദേഹം ട്രിവാൻഡ്രം ബേസ്ഡ് ആണ്. ഇത് കൂടാതെ ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നത് ഞാൻ കാലിക്കറ്റ് ബേസ്ഡ് ആണ്. നമ്മൾ ഇതിൻ്റെ ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്ചറിലേക്ക് പോവുകയാണെങ്കിൽ ഗേറ്റ് കടന്ന് നേരെ വരുന്നത് ഒരു കാർ പോർച്ചിലോട്ടാണ്. കാർ പോർച്ചും വീടിൻ്റെ ഫ്രണ്ട് ലിവിങ് റൂമിൻ്റെ ഇടയിൽ ഒരു ഓപ്പൺ ടു സ്കൈ കോർട്ട്യാർഡാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ അത് ഒരു ഗ്രിഡായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൽ പെബിൾസും ലോ പ്ലാന്റ്സും വളരെ ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഇത് കൂടാതെ നമ്മൾ ആ കോർട്ട്യാർഡ് കടന്ന് ഉള്ളിലോട്ട് ഫ്രണ്ട് വരാന്തയിൽ വരുമ്പോൾ അത് വെൽക്കം ചെയ്യുന്നത് ഒരു സെൻട്രലായിട്ട് ഒരു ഫ്ലവർ പാറ്റേൺ ആണ്. ഫ്ലോറ് വൈറ്റ് മാർബിളിലും ഒരു ഡാർക്ക് ബ്രൗൺ മാർബിളിലും ആണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇടതുവശത്തോട്ട് നോക്കിക്കഴിയുമ്പോൾ അവിടെ ഒരു തുളസിത്തറ കാണാം. തുളസിത്തറയിൽ നിന്ന് ഒരു സ്ട്രോങ് ഫോക്കസാണ് ഉള്ളിലോട്ട് വരുന്നത്. തുളസിത്തറ ഒരു മോഡേൺ കൺസെപ്റ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് കൂടാതെ തുളസിത്തറയുടെ രണ്ട് സൈഡിലും ലോണും അതിന് നടുവിൽ റഫ് ഗ്രാനൈറ്റ് സ്റ്റോൺ പതിച്ചിട്ട് അത് ഇടവിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ സ്റ്റെപ്സിലോട്ട് കയറും. അവിടെയാണ് സെൻട്രലി ലൊക്കേറ്റഡ് ഈ ഫ്ലവർ പാറ്റേൺ വരുന്നത്. നമ്മൾ ഫ്രണ്ടിൽ എൻട്രൻസ് നിന്ന് കഴിഞ്ഞാൽ ഉള്ളിലോട്ട് അഗെയിൻ നോക്കുമ്പോൾ ഒരു സ്ട്രോങ് ഫോക്കസാണ്. നമ്മൾ നേരെ നോക്കുമ്പോൾ ഗണപതിയുടെ ഒരു ആസിഡ് എച്ച് ഫിഗറാണ് കാണുന്നത്. അതിൻ്റെ നേരെ താഴെ ഈ ഫോക്കസ് എൻഹാൻസ് ചെയ്യാനായിട്ട് ഒരു ഫ്ലോറൽ പാറ്റേൺ അഗെയിൻ കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്ട് വളരെ ശ്രദ്ധിച്ചാണ് ഇതിൻ്റെ പ്ലാൻസ് ചെയ്തിരിക്കുന്നത്. അതായത് ടോളായിട്ടുള്ള വളരെ പൊക്കം കൂടിയ പ്ലാന്റിങ് കഴിവതും പെറിഫറൽ വാൾസിലാണ് കൊടുത്തിരിക്കുന്നത്. അത് മാത്രമല്ല വീട്ടിന് വെളിയിലുള്ള കോമ്പൗണ്ട് വാളും വീടുമായിട്ട് നല്ലപോലെ ബ്ലെൻഡ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ഗേറ്റ് വളരെ സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത്, പക്ഷേ ഈ വീടിനോട് നന്നായി യോജിക്കുന്നു. ഇത് കൂടാതെ ഇവിടെ ഈ വീട്ടിലുള്ള എക്സിസ്റ്റിംഗ് പ്ലാന്റ്സും ട്രീസും ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്ട് നന്നായിട്ട് റീറ്റെയിൻ ചെയ്താണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ തെങ്ങ്, മാവ് അങ്ങനെയുള്ള വൃക്ഷങ്ങളൊക്കെ അതുപോലെ റീറ്റെയിൻ ചെയ്ത് അതിന് താഴെ ചെറിയ ലോ പ്ലാന്റേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ വീട് മറയ്ക്കാത്ത രീതിയിലാണ് ഇതിൻ്റെ പ്ലാന്റേഷൻസ് കംപ്ലീറ്റ് കൊടുത്തിരിക്കുന്നത്. പല വെറൈറ്റിയിലുള്ള പ്ലാന്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഈ വീട്ടിൻ്റെ ലിവിങ് റൂം. സാധാരണ നമ്മൾ കൊടുക്കുന്ന ലിവിങ് റൂമിനേക്കാളും സ്വല്പം കൂടെ ചെറുതാണ് ഈ ലിവിങ് റൂമിൻ്റെ സൈസ്. പക്ഷേ അത് ആക്ച്വലി ചെറുതാണെന്ന് തോന്നില്ല. കാരണം അതിന് ഡബിൾ ഹൈറ്റ് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇഷ്ടംപോലെ വെൻറ്റിലേഷനും ലൈറ്റും ഉണ്ട്. മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫാമിലി ലിവിങ്ങിൽ നിന്ന് താഴോട്ട് ഒരു ബാൽക്കണി പോലെയുണ്ട്. അത് മാത്രമല്ല അതിൻ്റെ ഹാൻഡ് റെയിൽസ് നമുക്ക് വ്യക്തമായിട്ട് കാണുകയും ചെയ്യാം. ലിവിങ് റൂമിൽ ഡോറിൻ്റെ രണ്ട് വശമായിട്ടാണ് സീറ്റിംഗ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ നടുക്ക് ഒരു ഫ്ലോറൽ മോട്ടീഫ് ഫ്ലോറിൽ കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ നമ്മൾ വാൾസ് ട്രീറ്റ് ചെയ്തപ്പോൾ ഡോക്ടറും വൈഫും ഒരുപാട് ട്രാവൽ ചെയ്യുന്നത് കാരണം അവരുടെ ഫോട്ടോഗ്രാഫ്സ് വയ്ക്കാനും അവരുടെ ക്യൂരിയോസ് വയ്ക്കാനും
ഒരു സ്പെസിഫിക് ആയിട്ട് നിഷ് പ്രൊവൈഡ് ചെയ്തിരുന്നു. പിന്നെ ഡോക്ടറുടെ ഒരു മെയിൻ റിക്വയർമെൻറ്റ് എന്തായിരുന്നെന്ന് വെച്ചാൽ ലിവിങ് റൂമിൽ നിന്ന് ഡൈനിങ് റൂമിലും ബെഡ്റൂമിലോട്ടും പ്രൈവസി കുറച്ച് വേണമെന്നായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്ക് ഒരു പാർട്ടിഷൻ കൊടുത്തിരിക്കുന്നത്. നമ്മൾ കയറി വന്നാൽ എതിരെ കാണുന്നത് ഒരു ആസിഡ് ഏജ് ഗ്ലാസ്സിലുള്ള ഒരു ഗണപതിയുടെ മുഖമാണ്. അത് ആർട്ടിസ്റ്റ് പ്രമോദാണ് ചെയ്തത്, ഹസ്തകല ക്രിയേഷൻസ്. ഇത് കൂടാതെ ലെഫ്റ്റിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ മറ്റൊരു ഫ്ലോട്ടിംഗ് പാർട്ടിഷൻ കാണാം. ഈ ഫ്ലോട്ടിംഗ് പാർട്ടിഷൻ്റെ തൊട്ട് ബാക്കിലാണ് ബെഡ്റൂമിലോട്ടുള്ള കോറിഡർ. അപ്പോൾ അത് ഇടിഞ്ഞതായിട്ട് തോന്നാതിരിക്കാനായിട്ട് അവിടെ നമ്മൾ ഫുൾ സൈസ് മിറർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുവഴി നടന്നു കഴിഞ്ഞാൽ ഈവൻ ദോ സ്പേസ് ചെറുതാണെങ്കിൽ പോലും അവിടെ ഒരുപാട് സ്പേസ് ഉള്ളതുപോലെ നമുക്ക് തോന്നും. അതിൽ നമ്മൾ കുറച്ച് എക്കണോമിക്കലായിട്ടാണ് വാൾ പാർട്ടിഷൻസും അതുപോലെ തന്നെ വാളിലുള്ള നിഷസും ചെയ്തിരിക്കുന്നത്. മെറൈൻ പ്ലൈവുഡ് യൂസ് ചെയ്തിട്ട് അതിൽ ടീക്വുഡ് വെനീറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ പാരൻസിൻ്റെ ഫോട്ടോഗ്രാഫ്സ് വെക്കാനും അതിൻ്റേതായിട്ടുള്ള ഒരു സ്ഥാനം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ ലിവിങ് റൂമിലെ എല്ലാ ആർട്ടിക്കിൾസും പ്ലാൻഡ് ആണ്. ഒന്നും ഒരു ആക്സിഡൻ്റലായിട്ട് അവിടെ അല്ല വെച്ചിരിക്കുന്നത്. എല്ലാത്തിനും ഒരു സ്ഥാനമുണ്ട്. അതാണ് ഈ ലിവിങ് റൂം വളരെയധികം ഓർഗനൈസ്ഡ് ആയിട്ടും വെൽ വെന്റിലേറ്റഡ് ആയിട്ടും നല്ല ലൈറ്റ് ഉള്ളതുപോലെയും തോന്നുന്നത്. നമ്മളിപ്പോൾ ഇരിക്കുന്നത് ഈ വീടിൻ്റെ ഡൈനിങ് റൂമിലാണ്. ഡൈനിങ് റൂമിൻ്റെ ഫോക്കസായിട്ട് വരുന്നത് ഡൈനിങ് ടേബിളാണ്. അത് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, താഴെ പെബിൾസ് ഇട്ട ഒരു ഗ്ലാസ് ടോപ്പ് ഡൈനിങ് ടേബിളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് കൂടാതെ അതിൻ്റെ ചെയർസിന് നല്ല സ്ട്രോങ് ഹൊറിസോണ്ടാലിറ്റി നൽകിയിട്ടുണ്ട്. നമ്മൾ കൂടുതൽ ഹൊറിസോണ്ടാലിറ്റി കൊടുത്തു കഴിഞ്ഞാൽ സ്പേസ് കൂടുതലായിട്ട് തോന്നും. ഇതൊരു ചെറിയ ഡൈനിങ് റൂമാണ്, പക്ഷേ ശരിക്കും നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ അത്ര ചെറുതായിട്ട് തോന്നുന്നില്ല. ഇത് കൂടാതെ ഡൈനിങ് റൂമിൽ നിന്നാണ് മുകളിലോട്ടുള്ള സ്റ്റെയർ കേസ് പോകുന്നത്. ആ സ്റ്റെയർ കേസിൻ്റെ ഹാൻഡ് റെയിൽസ് ഗ്ലാസും വുഡും കൂടെ യോജിച്ച് സ്വല്പം ഒരു ട്രഡീഷണൽ സ്റ്റൈലിലാണ് കൊടുത്തിരിക്കുന്നത്. ഇത് കൂടാതെ സ്റ്റെയർ കേസിൻ്റെ സൈഡ്സ് ടീക്വുഡിൽ പൊതിഞ്ഞിരിക്കുന്നു. ഡൈനിങ് റൂമിൽ മുകളിൽ ഫോൾ സീലിംഗ് ഒരു പെർഗോള റൂഫ് ആണ് കൊടുത്തിരിക്കുന്നത്. ജിബോർഡ് സീലിംഗ് കൊടുത്തിട്ട് അതിനൊരു കുറച്ചൊരു വാംത് തോന്നാനാണ് മെറൈൻ പ്ലൈയിൽ വെനീർ ഒട്ടിച്ച് ഒരു പെർഗോള റൂഫ് കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് റൂമിൽ നിന്ന് ലിവിങ് റൂമിലോട്ട് ഒരു പാർട്ടിഷൻ വരുന്നുണ്ട്. അത് നമ്മൾ നേരത്തെ കണ്ട പോലെ ഗണപതിയുടെ ആസിഡ് ഏജ് ഗ്ലാസും അതുകൂടാതെ ഒരു നിഷസൊക്കെ ഉള്ള ഒരു പാർട്ടിഷനുമാണ് കൊടുത്തിരിക്കുന്നത്. ആ പാർട്ടിഷൻ ആക്ച്വലി സീലിംഗിൽ തൊടുന്നില്ല, സീലിംഗിലും ഫ്ലോറിലും തൊടുന്നില്ല. അത് ഹാങ്ങിങ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ പാർട്ടിഷൻ്റെ ബാക്ക് വശം നമ്മൾ കംപ്ലീറ്റ്ലി മിറർ ചെയ്ത് ആ കോറിഡർ, ബെഡ്റൂമിലോട്ട് പോകുന്ന കോറിഡർ വളരെ വിശാലമായിട്ട് തോന്നത്തക്ക വിധമാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് കൂടാതെ സ്റ്റെയർ കേസിൻ്റെ അടിയിൽ സാധാരണ നമ്മളത് കെട്ടിയടയ്ക്കുകയാണ് പതിവ്. പക്ഷേ ആർക്കിടെക്റ്റ് സ്റ്റെയർ കേസിൻ്റെ അടിയിൽ നല്ലൊരു വലിയ വിൻഡോ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ സ്റ്റെയർ കേസിൻ്റെ അടിഭാഗം പെബിൾസ് ഇടാനായിട്ട് ഒരു ഡിപ്രസ്ഡ് ഒരു കോർട്ട്യാർഡും കൊടുത്തിട്ടുണ്ട്. ഇതല്ലാതെ മറ്റേ സൈഡിൽ ഡൈനിങ് റൂമിൻ്റെ മറുവശത്ത് ഒരു 60 സെൻറ്റിമീറ്റർ വിഡ്ത്തിലുള്ള ഒരു പെബിൾ കോർട്ട്യാർഡും കൊടുത്തിട്ടുണ്ട്. ഇതിന് വളരെ അഡ്ജസൻ്റ് ആയിട്ടാണ് പൂജ കം സ്റ്റഡി കം ഗസ്റ്റ് ബെഡ്റൂം കൊടുത്തിരിക്കുന്നത്. ഇതൊരു മൾട്ടി പർപ്പസ് റൂമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഡോക്ടറുടെ വൈഫ് വളരെ സ്പിരിച്വൽ ആയിട്ടുള്ള ലേഡിയാണ്.
അവർ ഒരുപാട് സായി ഭജൻസ് ഒക്കെ നടത്താറുണ്ട്. അപ്പോൾ എല്ലാവർക്കും യൂസ് ചെയ്യാനായിട്ട്, എല്ലാവർക്കും താഴെ ഇരിക്കാനായിട്ടാണ് അവിടെ വുഡൻ ലാമിനേറ്റഡ് ഫ്ലോർ കൊടുത്തിരിക്കുന്നത്. ഇത് കൂടാതെ പൂജാമുറി നമ്മൾ കെട്ടി അടയ്ക്കുന്നതിന് പകരം അഴികളായിട്ട് ടീക്വുഡ് ബീംസ് കൊടുത്തിരിക്കുകയാണ്. അതായത് നമ്മൾ ഉള്ളിൽ നിന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള ചന്ദനത്തിരിയുടെ മണവും വിളക്കിൻ്റെ പ്രകാശവും നമ്മൾ വെളിയിലിരുന്ന് കഴിഞ്ഞാലും കാണാം. അപ്പോൾ ചന്ദനത്തിരി കത്തിച്ചു കഴിഞ്ഞാൽ വീട് മുഴുവൻ ചന്ദനത്തിൻ്റെ സുഗന്ധം പരക്കും. ഇതുകൂടാതെ ഈ മുറിയിൽ ഒരു വലിയ ബുക്ക് ഷെൽഫും ഒരു സ്റ്റഡി ടേബിളും ഒരു ദിവാനും കൊടുത്തിട്ടുണ്ട്. ദിവാൻ കിടക്കാൻ യൂസ് ചെയ്യാം, അതുമാത്രമല്ല ഒരു സിറ്റിംഗ് സ്പേസ് ആയിട്ടും യൂസ് ചെയ്യാം. ഇതിനോട് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് തന്നെയാണ് കിച്ചൺ കൊടുത്തിരിക്കുന്നത്. കിച്ചണിലോട്ട് പോകുന്ന ഡോറ് ഒരു ഹാഫ് പാനൽ ഹാഫ് ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ കിട്ടാനാണ് ഹാഫ് ഗ്ലാസ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് റൂമിൻ്റെ ഒരു വശത്തായി നമ്മൾ ടേബിൾ ടോപ്പിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു വാഷ് ബേസിൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ സാനിറ്ററി ഫിറ്റിങ്സും മാത്രമല്ല, CP ഫിക്സ്ചേഴ്സും കംപ്ലീറ്റ് ഇന്ത്യനിലുള്ള ഐറ്റംസ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഏതൊരു വീടിൻ്റെ അവിഭാജ്യ ഘടകമാണ് ഒരു കിച്ചൺ. ഗൃഹനാഥ വളരെയധികം സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരു ഏരിയയാണ് കിച്ചൺ. അപ്പോൾ എത്രത്തോളം ബ്രൈറ്റ് ആക്കാമോ അത്രത്തോളം നമ്മൾ ബ്രൈറ്റ് ആക്കിയാൽ അത്രയും ലൈവ്ലി ആയിരിക്കും. എസ്പെഷ്യലി ഒരു മോഡേൺ ഹൗസിൽ വളരെ ലൈവ്ലി ആയിരിക്കും. അപ്പോൾ ഈ കിച്ചൺ വളരെ ലൈവ്ലി ആയിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതിൽ 2-3 കാര്യങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചിരുന്നു. അതിൻ്റെ കളർ സ്കീം ഒരു വൈറ്റ് ആൻഡ് റെഡ് കളർ സ്കീമാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇത് കൂടാതെ ധാരാളം സ്റ്റോറേജ് സ്പേസസ്, നമ്മൾ സാധാരണ കാണുന്നതിനേക്കാളും കൂടുതൽ വേർട്ടിക്കൽ സ്റ്റോറേജ്. നമ്മൾ ഹോബിൻ്റെ 2 വശത്തുമായിട്ട് ഒരുപാട് 2 വലിയ വേർട്ടിക്കൽ സ്റ്റോറേജാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇത് കൂടാതെ ധാരാളം ആക്സസറീസ്, കാഫിൻ്റെ ആക്സസറീസ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സ്റ്റീലാണ് ആക്സസറീസ്, ബോട്ടിൽ റാക്സ്, ഗ്രെയിൻ ട്രോളി, അങ്ങനെ എല്ലാത്തിനും ആവശ്യമായിട്ടുള്ള ബോട്ടിൽ ആക്സസറീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ ഈ കിച്ചണിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ ഉണ്ട്, ഒരു പാൻട്രി കം ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ ഉണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് ചൂടോടെ കുട്ടികൾക്ക് ഭക്ഷണം, രാവിലെയൊക്കെ തിരക്കായിരിക്കുമല്ലോ, അപ്പോൾ ചൂടോടെ കുട്ടികൾക്ക് ദോശയോ ചപ്പാത്തിയോ ഒക്കെ ചൂടോടെ കൊടുക്കാനായിട്ട് ഒരു ചെറിയ ഒരു ഏരിയ. അത് വളരെയധികം പ്രത്യേകിച്ച് ഹൗസ് വൈഫിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഏരിയയാണത്. അതായത് നമുക്ക് ഫോർമലായിട്ട് ഒരു ഡൈനിങ് റൂമിലോട്ട് കൊണ്ടുപോകാനായിട്ട് ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരില്ല, എസ്പെഷ്യലി എല്ലാവരും വർക്കിംഗ് ആണെങ്കിൽ. ഇത് കൂടാതെ പാൻട്രി ഏരിയയിൽ ഇവിടെയും ഒരു വെർട്ടിക്കൽ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ മൈക്രോവേവും അങ്ങനെയുള്ള ഫെസിലിറ്റീസ് എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമാണ് ഇത്. ഈ വീട്ടിന് ടോട്ടലായിട്ട് 3 ബെഡ്റൂംസാണ് ഉള്ളത്. മാസ്റ്റർ ബെഡ്റൂം ആയത് കാരണം ഇതിന് കാര്യമായിട്ട് കുറച്ച് നമ്മൾ സാധാരണ ബെഡ്റൂംസ് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ ശ്രദ്ധിച്ച് കുറച്ചുകൂടെ ഹെവി ആയിട്ടാണ് ഈ ബെഡ്റൂം ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. ടോട്ടലി ഒരു മോഡേൺ കൺസെപ്റ്റാണ്. ഫ്ലോറിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് മോഡേൺ ആയിട്ട് റെഡ് സ്ട്രിപ്സാണ് ഫ്ലോറിൽ ഇട്ടിരിക്കുന്നത്. ഇതുകൂടാതെ ബെഡാണല്ലോ ഒരു ബെഡ്റൂമിൻ്റെ ഫോക്കസ്.
ബെഡ് ഒരു പ്ലാറ്റ്ഫോം ബെഡാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇത് കൂടാതെ ഹെഡ് ബോർഡ് വളരെ മോഡേൺ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഹെഡ് ബോർഡിൻ്റെ കണ്ടിന്യൂഷനായിട്ട് മുകളിൽ ഒരു മറൈൻ പ്ലൈവുഡ് വിത്ത് വെനീർ ഫിനിഷിൽ ഒരു കാനോപ്പി കൊടുത്തിട്ടുണ്ട്. അതിലും പെർഗോളാസും അങ്ങനെയുള്ള നമ്മളെ ഈ വീടിൻ്റെ കൺസെപ്റ്റിനോട് യോജിക്കുന്ന ഡീറ്റെയിലിംഗ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇത് കൂടാതെ ഈ ബെഡ്റൂമിന് മാസ്റ്റർ ബെഡ്റൂം ആയത് കാരണം കൂടുതൽ സ്റ്റോറേജ് ഫെസിലിറ്റീസ് വേണം. അത് കാരണം ബെഡ്റൂമിനകത്ത് തന്നെ ഒരു വാർഡ്രോബ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ട് മിററാണ്, കുറച്ചുകൂടെ സ്പേസ് തോന്നിക്കാനാണ് മിറർ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ സൈഡിലായിട്ട് ഒരു TV യൂണിറ്റ് ഉണ്ട്. ഇത് കൂടാതെ ഡ്രസ്സിങ് ഏരിയയിൽ ഒരു ഡ്രസ്സിങ് ടേബിൾ വിത്ത് ഒരു താഴെ ഒരു ഡ്രോസ് ഉള്ള ഒരു ടേബിളിൻ്റെ 2 സൈഡിലുമായിട്ട് സ്റ്റോറേജ് സ്പേസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ ബാത്റൂംസിനും ഓവർ ദ കൗണ്ടർ ടേബിൾ കൗണ്ടേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ഇത് കൂടാതെ ഷവർ ഏരിയ കുറച്ച് ഡിപ്പ് ചെയ്ത് സെഗ്രിഗേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാ സാനിറ്ററി യൂണിറ്റ്സും വൈറ്റ് സ്കീമിലോട്ടാണ് പോയിരിക്കുന്നത്. ഇത് കൂടാതെ കുറച്ച് മ്യൂട്ടഡ് ആയിട്ടാണ് കളേഴ്സ് പോയിരിക്കുന്നത്. കേർട്ടൻസ് എല്ലാം ഈ കളർ സ്കീമിനോട് യോജിക്കുന്ന ഒരു പാറ്റേണിലാണ് കൊടുത്തിരിക്കുന്നത്. ബെഡിൻ്റെ 2 സൈഡിലുമുള്ള കേർട്ടൻസ് റോമൻ ബ്ലൈൻഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് അത് നമ്മൾ കാറ്റത്ത് പറന്ന് ബെഡിലോട്ട് വരാതിരിക്കാനാണ് കുറച്ച് സ്റ്റിഫായിട്ടുള്ള ബ്ലൈൻഡ്സ് കൊടുത്തിരിക്കുന്നത്. വലിയ വിൻഡോയിൽ സാധാരണ നമ്മൾ കേർട്ടൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് മെയിനായിട്ട് ഇതിൻ്റെ ഇൻറ്റീരിയർ കോൺട്രാക്റ്റിംഗ് എടുത്തത് മിസ്റ്റർ സുധീഷാണ്. മിസ്റ്റർ സുധീഷ് ഒരു നല്ല ഒരു വർക്ക്മാൻഷിപ്പാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ഇത് ഈ വീടിൻ്റെ സ്റ്റെയർ കേസാണ്. കൂടുതൽ സ്പേസ് തോന്നാനായിട്ട് ഇതിൻ്റെ ഫ്ലോറിംഗ് വൈറ്റ് മാർബിളിലാണ് ചെയ്തിരിക്കുന്നത്. വൈറ്റ് മാർബിൾ യൂസ് ചെയ്തപ്പോൾ അതിൻ്റെ സ്കേർട്ടിങ്ങിൽ ഡസ്റ്റ് കളക്ട് ചെയ്യാതിരിക്കാൻ ഒരു ഹാഫ് റൗണ്ടഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് കൂടാതെ ഇതിൻ്റെ സ്റ്റെയർ കേസ് ഹാൻഡ് റെയിൽ വളരെ ലൈറ്റായിട്ടുള്ള ഒരു ഫീലിംഗ്, എന്നാൽ ഒരു വാംത്തും തോന്നത്തക്ക വിധം ഗ്ലാസും വുഡും യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് മുകളിലുള്ള മുറികളിലോട്ട് പോകാം. സ്റ്റെയർ കേസ് കയറി വരുമ്പോൾ ഒരു ചെറിയൊരു ഫാമിലി ലിവിങ്ങിലോട്ടാണ് വരുന്നത്. ഇവിടെ ഒരു L ഷേപ്പ് സോഫയുണ്ട്, അതിനെതിരെ ഒരു ടിവിയും വെച്ചിട്ടുണ്ട്. ഈ ഫാമിലി ലിവിങ്ങിൻ്റെ 2 സൈഡിലായിട്ടാണ് ഈ വീടിൻ്റെ 2 ബെഡ്റൂംസ് കൊടുത്തിരിക്കുന്നത്. ഇടതുവശത്തുള്ള ഒരു കിഡ്സ് ബെഡ്റൂമും വലതുവശത്തുള്ളത് ഒരു ഗസ്റ്റ് ബെഡ്റൂമുമാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്ത ഒരു സ്പേസാണിത്. ഇതിൻ്റെ ഒരു സൈഡ് ഹാൻഡ് റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതൊരു ഡബിൾ ഹൈറ്റ് സ്പേസിലോട്ടാണ് ഫേസ് ചെയ്യുന്നത്. താഴോട്ട് നോക്കിയാൽ നമുക്ക് ഈ വീടിൻ്റെ ലിവിങ് റൂമിലോട്ട് കാണാം. ഇത് ഡോക്ടറുടെ മകളുടെ ബെഡ്റൂമാണ്. മോൾക്ക് ഒരു പിങ്ക് കൺസെപ്റ്റ് വേണം എന്നായിരുന്നു. അപ്പോൾ ഒരു കാര്യം ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചത്, കുട്ടികൾ വലുതാകുമ്പോഴും നമ്മൾ ഈ ബെഡ്റൂം യൂസ് ചെയ്യാൻ സാധിക്കണം. അപ്പോൾ ആ പിങ്ക് കൺസെപ്റ്റും ആ ഒരു കുട്ടിത്വം നിറഞ്ഞ ഡീറ്റെയിൽ സോഫ്റ്റ് ഫേർണിഷിങ്ങിലാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഫെയറിറ്റെയിൽ മോട്ടീവ്സൊക്കെ ഉള്ള കേർട്ടൻസ്, ഇതുകൂടാതെ പൂക്കളുള്ള ബെഡ്ഷീറ്റ്സ്, അതുമാത്രമല്ല മാറ്റാവുന്ന രീതിയിലുള്ള ആർട്ട് വർക്ക്, ഇതെല്ലാം സോഫ്റ്റ് ഫേർണിഷിങ്ങിലാണ് കൊടുത്തിട്ടുള്ളത്. ഹെഡ് ബോർഡ് സാധാരണ കുട്ടികൾ വലുതായി കഴിഞ്ഞാലും യൂസ് ചെയ്തേക്കാവുന്ന ഒരു ഹെഡ് ബോർഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഹെഡ് ബോർഡ് ഒരു ഡബിൾ കളറിലാണ് കൊടുത്തിരിക്കുന്നത്, ഒരു ഡാർക്ക് വുഡ് കളറും ഒരു ലൈറ്റ് വുഡ് കളറും. ഇതുകൂടാതെ ബെഡ്റൂം ചെറുതായത് കാരണം വാർഡ്രോബിന് ഒരുപാട് സ്പേസ് എടുക്കാതിരിക്കാനായിട്ട് പാസേജിൻ്റെ സൈഡിലാണ് വാർഡ്രോബും ഒരു ചെറിയ സ്റ്റഡി ടേബിളും കൊടുത്തിരിക്കുന്നത്. നമ്മൾ മാക്സിമം ഈ സ്പേസ് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. മകൾക്ക് ഈ റൂം വളരെയധികം ഇഷ്ടമാണ്.
ഡോക്ടർ നന്ദകുമാറിൻ്റെ അടുത്ത് വീടിൻ്റെ വിശേഷങ്ങളും ഫാമിലി മെമ്പേഴ്സിനെ പരിചയപ്പെടുത്താനും നമുക്ക് ചോദിക്കാം. ഡോക്ടർ ഫാമിലി മെമ്പേഴ്സിനെ ഒന്ന് പരിചയപ്പെടുത്താമോ? ഡോക്ടർ നന്ദകുമാർ, ഇതെൻ്റെ മകൾ സമൃദ്ധ, വൈഫ് ജ്യോതിശ്രീ, അമ്മ വിജയലക്ഷ്മി. ഡോക്ടർ, ഈ വീടിൻ്റെ ഇനീഷ്യൽ റിക്വയർമെൻറ്റ്സ് എന്താണെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ? ഞാൻ ENT സർജനാണ്. കൺസൾട്ടിംഗ് റൂമോട് കൂടിയ ഒരു വീട് എന്നത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. എൻ്റെ അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം ശൈലേഷ് ഭാസ്കറാണ് ഈ വീടിൻ്റെ സ്ട്രക്ചറൽ എഞ്ചിനീയർ. എല്ലാ റൂമിലും നല്ല വെൻറ്റിലേഷനോടുകൂടിയും നല്ല വെളിച്ചത്തോടു കൂടിയും ആണ് റൂമെല്ലാം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ വീട്ടിലേക്ക് 2 എൻട്രൻസ് ആണുള്ളത്. പേഷ്യൻസിന് വരുവാനും ഇരിക്കുവാനും എല്ലാം സൗകര്യം സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. വിശാലമായ കാർ പാർക്കിങ്ങും അതുപോലെ തന്നെ ലാൻഡ്സ്കേപ്പിംഗ് എല്ലാം ചെയ്തിട്ടുണ്ട്. സിന്ധു മേഡത്തിൻ്റെ വർക്ക് കൂടെ കഴിഞ്ഞതോടെയാണ്, ഇൻറ്റീരിയർ വർക്ക് കൂടെ ചെയ്തതോടെയാണ് ഞങ്ങളുടെ ആഗ്രഹത്തിനൊത്ത ഒരു വീടായി ഈ വീട് മാറിയത്. എല്ലാ കാര്യവും വളരെ കെയർഫുള്ളായി, സിമ്പിളായി, ഡിഫറൻ്റായിട്ടാണ് മാഡം ചെയ്തിട്ടുള്ളത്. കേട്ടൻ്റെ കാര്യമായാലും പൂജാ റൂമിൻ്റെ കാര്യമായാലും പെയിൻറ്റിങ്ങിൻ്റെ കാര്യം എല്ലാം വളരെ കെയർഫുള്ളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഡോക്ടർ, ഒരു റൂം ബൈ റൂമായിട്ട് നമ്മൾ എടുത്താൽ ഒരു ലിവിങ് റൂമിൽ എന്തായിരുന്നു ഡോക്ടറുടെ റിക്വയർമെൻറ്റ്? റൂമിൽ നല്ല വെൻറ്റിലേഷൻ വേണം, നല്ല സ്പേഷ്യസ് ആയിരിക്കണം, നല്ല നാച്ചുറൽ ലൈറ്റ് നന്നായി കിട്ടണം, ഇതെല്ലാമായിരുന്നു. പൂജാമുറി ഒരു വലിയ ഘടകമായിരുന്നല്ലോ വീട്ടിൽ. അപ്പോൾ പൂജാമുറിക്ക് എന്തൊക്കെ പ്രത്യേകതകളാണ് മനസ്സിലാഗ്രഹിച്ചത്? വൈഫ് ഒരു സായി ഡിവോട്ടി ആയതുകൊണ്ട് ഭജൻസും മറ്റൊക്കെ നടത്താനുള്ള സൗകര്യത്തോടു കൂടിയ ഒരു ട്രഡീഷണൽ സ്റ്റൈലിലുള്ള ഒരു പൂജാ റൂം ആയിരിക്കണം എന്ന ആഗ്രഹമുണ്ടായിരുന്നു. മാഡം അതുപോലെ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. 3 ബെഡ്റൂംസ് ആണല്ലോ വീട്ടിലുള്ളത്. അപ്പോൾ താഴത്തെ ബെഡ്റൂമും മുകളിലത്തെ ബെഡ്റൂംസിൻ്റെയും റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയായിരുന്നു എന്ന് സ്പെസിഫിക് ആയിട്ടൊന്ന് പറയാൻ പറ്റുമോ? നല്ല സ്പേഷ്യസ് ആയിരിക്കണം, പിന്നെ നല്ല വെന്റിലേഷനും എല്ലാം നന്നായിട്ടുണ്ടായിരിക്കണം. റൂംസ് 3 ഉള്ളെങ്കിലും ഈ ഉള്ള റൂം നല്ല സ്പേഷ്യസ് ആയിരിക്കണം എന്നുള്ള നിർബന്ധമായിരുന്നു. പിന്നെ കിച്ചൺ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണല്ലോ നമ്മൾ ഈ വീട്ടിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റിക്വയർമെൻറ്റ് എന്തായിരുന്നു? സ്പേഷ്യസ് ആയിരിക്കണം. പിന്നെ ഒരു പാൻട്രി ഏരിയ ആഗ്രഹിച്ചിരുന്നു, അത് മാഡം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു വർക്കേഴ്സ് ഡോമെട്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും ഉണ്ടായിരുന്നു. പിന്നെ ഒരു വർക്കിംഗ് ഏരിയ അതിനോട് കൂടി ചേർത്തിട്ടുണ്ട്. എൻ്റെ ആഗ്രഹത്തിനൊത്ത ഒരു കിച്ചണാണ്. ആവശ്യത്തിന് സ്റ്റോറേജ് സ്പേസ് ഉണ്ടോ കിച്ചണിൽ? നിറയുണ്ട്. ഒക്കെ ഒരു മോഡേൺ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. നല്ല സൗകര്യമുണ്ട്, കംഫർട്ടബിൾ. മോളുടെ കിഡ്സ് റൂമിനെ പറ്റി എന്ത് പറയുന്നു? മോക്കൊരു പിങ്ക് സ്കീം അല്ലേ വേണ്ടിയിരുന്നത്? എന്താ ഇഷ്ടമുള്ള? അതെ, എന്താ ഇഷ്ടമുള്ളതെന്ന് പറയൂ. അതില് ടോയ്സ് ഒക്കെ ആഗ്രഹിച്ചിരുന്നു അവിടെ വേണമെന്ന്. കേട്ടൻസ് ഒക്കെ നല്ല ടോയ്സിൻ്റെ കേട്ടൻസ് ആണ്. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കോട്ടൊക്കെ ഇഷ്ടപ്പെട്ടോ? ഒരു ആർക്കിടെക്റ്റ് എത്ര നന്നായിട്ട് വീട് ഡിസൈൻ ചെയ്താലും അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ ആയിരിക്കും ആ വീടിൻ്റെ ഭംഗി. ഈ വീട്ടിൽ ഡോക്ടറും വൈഫ് ജ്യോതിയും മകളും വളരെ നന്നായിട്ടാണ് ഈ വീട് മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് പതിവിലേറെ ഭംഗി ഈ വീടിന് തോന്നുന്നത്. ഇതുകൂടാതെ ഈ വീട്ടിൽ യൂസ് ചെയ്ത് വളരെ കോൺഷ്യസ് ആയിട്ട് സസ്റ്റൈനബിൾ ആർക്കിടെക്ചറാണ് ഈ വീട്ടിൽ ഫോളോ ചെയ്തിരിക്കുന്നത്. അതായത് ഈ വീട്ടിലുള്ള എല്ലാ ഐറ്റംസും, സിന്തറ്റിക് ഐറ്റംസ് മാക്സിമം കുറച്ചിട്ട് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഐറ്റംസാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ബ്രിക്സ്, വുഡ്, ഇതുകൂടാതെ മറ്റ് നാച്ചുറൽ ആയിട്ടുള്ള ഐറ്റംസാണ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ ഡിസൈനേഴ്സ് ഹോം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച ഇതേ സമയത്ത് മറ്റൊരു വീടിൻ്റെ കാഴ്ചകളുമായി കാണാം. ബൈ.